ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് നിരവധി ഊഹാപോഹങ്ങളായിരുന്നു പ്രചരിച്ചിരുന്നത് എന്നുള്ളത് ഇതിനകം തന്നെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ സ്ഥലത്തർക്കമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴും ആർക്കും അതിലേക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നു. അവിടെ തമ്പടിച്ചിട്ടുള്ള സകല മീഡിയകളും ഇവിടെ 1000 പെൺകുട്ടികളെ 4000-ഓളം പെൺകുട്ടികൾ, അതായത് പെൺകുട്ടികളുടെ കുഴിമാടമാണ് ഈ ഭാഗത്തുള്ളത്. ഇതൊരു ക്ഷേത്രസ്ഥലമല്ല, മറിച്ച് അതൊരു ശ്മശാന ഭൂമിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ശ്രമം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ കൃത്യമായ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടാകണം. അതല്ലാതെ അത്തരത്തിലൊരു ശ്രമം, കർണാടക പോലെയുള്ള ഒരു സ്ഥലമാണ്, നമുക്കറിയാം പലതരത്തിലുള്ള മാഫിയകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിന് പിന്നിലേക്കൊന്നും ആരും പോയില്ല. ഈ ശുചീകരണ തൊഴിലാളി ഇത്രയും വർഷത്തിന് ശേഷം വന്നതാണ് അവിടെ. അപ്പോൾ അയാൾ അത്രയും വർഷത്തിന് ശേഷം തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്താണ് എന്നുള്ള ഒരു കാര്യം അന്വേഷിക്കാൻ പോലും അവിടെ ഇറങ്ങിയ ഒരു മാധ്യമവും വന്നില്ല. ഒരു യൂട്യൂബറാണ് സമീർ എന്ന് പറയുന്ന യൂട്യൂബറാണ് ഈ ഒരു വിഷയം ഇത്രയേറെ ചർച്ചാ വിഷയമാക്കിയത്. ആ യൂട്യൂബർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് എന്നറിയുന്നു. പിന്നാലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഉടമ ഇതിന് പിന്നിലുണ്ട് എന്ന് പറയുന്നു. ഈ കേസിൽ എന്തെങ്കിലും പുതിയ പുരോഗതികളുണ്ടോ? അതായത് ധർമ്മസ്ഥലയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിൽ ഒരുപാട് ഗൂഢാലോചനകൾ നടന്നു എന്നുള്ളത് നമുക്ക് ഇപ്പം തന്നെ എല്ലാം തെളിഞ്ഞു. പ്രജിത പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ആരുടെയൊക്കെ കളികളായിരുന്നു എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ട കാര്യം. അതിൽ പ്രധാനപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വരുന്നു. അപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അത് അവിടുത്തെ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനായിട്ടുള്ള മഹേഷ് തിമ്മരോടി എന്ന് പറയുന്ന ആളാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധർമ്മസ്ഥല മഞ്ജുസ്ഥാന ക്ഷേത്രത്തെ അപമാനിച്ച കേസിലാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ്. മഞ്ജുനാഥ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ കൂട്ടക്കൊലപാതകത്തെ ചമച്ച കേസാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ധർമ്മസ്ഥല ആക്ഷൻ കൗൺസിൽ ചെയർമാൻ മഹേഷ് തിമ്മരോടി ഷെട്ടി എന്നാണ് ഇയാളുടെ പേര്. ഉടുപ്പി ബ്രഹ്മാവർ പോലീസാണ് ഉജ്ജീരിയിലെ വീട്ടിൽ നിന്ന് മഹേഷ് തിമ്മരോടിയെ അറസ്റ്റ് ചെയ്തത്. സമൂഹ മാധ്യമങ്ങളിലൂടെ BJPയുടെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ BL സന്തോഷിനെതിരെ അപകീർത്തികരമായ പോസ്റ്റ് ഇട്ട അതിന് BJPയുടെ ഉടുപ്പി റൂറൽ മണ്ഡലം പ്രസിഡന്റ് രാജീവ് കുലാലിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മഹേഷ് ഷെട്ടിക്കെതിരെ അന്വേഷണം നടത്തിയിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ പോലീസ് വിളിപ്പിച്ചു. എന്നാൽ പോലീസ് പലതവണ നോട്ടീസ് നൽകിയിട്ടും ഇയാൾ ഹാജരാകുന്നില്ല. വിവാദമായ ഒട്ടേറെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഇയാൾ കണ്ണിയാണ് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഒരുപാട് ഇടപാടുകൾ ഇയാൾ നടത്തിയിരുന്നു. ക്ഷേത്രത്തിന് പല ഭൂമി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ വാങ്ങാൻ ശ്രമിച്ചു. ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി പലതും വാങ്ങിക്കാൻ ശ്രമിക്കുകയും ഇതൊന്നും ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിലേക്കല്ല എന്ന് കണ്ട് ക്ഷേത്രത്തിൻ്റെ അധികാരികൾ ഇയാളെ ഇതുമായിട്ട് സഹകരിക്കുന്നതിൽ നിന്നെല്ലാം വിലക്കുകയും ഇയാളെ ഒരു ബന്ധവുമില്ല ഇയാൾക്ക് ക്ഷേത്രവുമായിട്ടെന്നുള്ളത് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. ഇതോടെയാണ് ഈ പറയുന്ന വീരേന്ദ്ര ഹെഗ്ഡെക്കെതിരെ, ക്ഷേത്രത്തിൻ്റെ ധർമാധികാരിക്കെതിരെ വലിയ ഗൂഢാലോചന പദ്ധതികളുമായിട്ട് ഇയാൾ രംഗത്തെത്തുന്നത്. ഈ ഗൂഢാലോചനകൾ ഒരുപാട് പരിപാടികൾ നടത്തി. മഞ്ജുനാഥ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനായിട്ട് തുടങ്ങി ഒരുപാട് തരത്തിൽ എങ്ങനെയൊക്കെ ഇതിനെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അങ്ങനെയാണ് ഈ പറയുന്ന കുത്തിപ്പൊക്കലുകൾ എല്ലാം ഉണ്ടായിരിക്കും. കുത്തിപ്പൊക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കഥയാണ് കുത്തിപ്പൊക്കുന്നത്. മുമ്പ് ആരെയോ കാണാതായി, അങ്ങനെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറേ പേരെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ മിസ്സിംഗ് കേസുകളിലെ ആൾക്കാർക്കൊക്കെ സംശയമാവുമല്ലോ. അപ്പോൾ ഈ കാണാതായ ആൾ ഇവിടെ കുഴിച്ചിട്ടപ്പെട്ടതാണോ, അപ്പോൾ അവർ പരാതിയായിട്ട് വരും. ഇതിൻ്റെ ടെക്നിക്ക് ഇതാണ്. അതായത് ഇതിലെ ഈ പറയുന്ന സുജാത ഭട്ട് അവരൊരു അർബൻ നക്സലാണെന്നുള്ള വിവരം പുറത്തു വരുന്നത്. അവരുടെ മകള് കാണാതായി എന്നാ പറയുന്നത്. 2007 മരിച്ചുപോയ വാസന്തി എന്ന് പറയുന്ന യുവതിയുടെ ഫോട്ടോയാണ് ഇവർ കാണിച്ചിട്ട് അത് അനന്യ ഭട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ആസൂത്രിതമാണ് ഇതെല്ലാം. എല്ലാം കൃത്യമായ ഗൂഢാലോചനയാണ്. എല്ലാത്തിനും ഈ പറയുന്ന കഥകൾക്കെല്ലാം പിന്നിൽ വലിയ ഗൂഢാലോചന, വലിയ പദ്ധതികളൊക്കെയാണ് എന്നുള്ളതാണ് തെളിയുന്ന കാര്യം. അപ്പോൾ ഈ പറയുന്ന ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വീരേന്ദ്ര ഹെഗ്ഡെയും കുടുംബവും അതിൻ്റെ ആൾക്കാർ. എന്നിട്ട് വീരേന്ദ്ര ഹെഗ്ഡെയുടെ സഹോദരൻ്റെ മകനെ ഇതിലേക്ക് വലിച്ചഴിച്ചു.
അയാളാണ് ഈ പറയുന്ന ബലാത്സംഗം ചെയ്തത്, അതിലെ പ്രധാന പ്രതി അയാളാണ്. അയാൾ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെ ഒരു സംഭവം. പിന്നെ അതുപോലെ തന്നെ അയാൾ പുറത്തൊക്കെ പഠിക്കാൻ പോയിട്ട് വന്ന ഒരു യുവാവും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കൂടി അയാളെ ഈ പറയുന്ന ക്രൂശിക്കുന്ന നിലയിലേക്ക് എത്തി എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വമ്പൻ പദ്ധതികളുണ്ട്. ഈ ചുറ്റും താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഈ മേഖലയിലെ ഭൂമിയിൽ വലിയ താല്പര്യമുണ്ട്. അങ്ങനെ ഇവർ എന്ത് ചെയ്തു, വലിയ രീതിയിൽ ഗൂഢാലോചന നടത്തി പുറത്തു നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇതിനൊക്കെ വില പറഞ്ഞൊക്കെ നോക്കി. പക്ഷേ അവിടുത്തെ വസ്തുക്കളൊന്നും വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. ക്ഷേത്രത്തിൻ്റെ കൈവശമുള്ളതായതുകൊണ്ട് ഇതിനെ വാങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇതിനെ കൈവശപ്പെടുത്തി ഒരുപാട് കയ്യേറ്റങ്ങളുണ്ടായിരുന്നു. ഈ വീരേന്ദ്ര ഹെഡ്ഗെയും അയാളുടെ ഒപ്പമുള്ള ആൾക്കാരും ചേർന്നിട്ട് കോടതിയെ സമീപിക്കുകയും വലിയ തോതിൽ പരാതികൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഈ കയ്യേറ്റങ്ങളെ പലതും ഒഴിപ്പിച്ചു. ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത് പലതും ഇത് പകയായിട്ട് മാറി. ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചതിൻ്റെ അതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന മഹേഷിനെ പോലുള്ള ആൾക്കാർ, മഹേഷ് തിമ്മരോടി അടക്കമുള്ള ആൾക്കാർക്ക് ഈ ക്ഷേത്രം ഭാരവാഹികളോട് ഇത്രയേറെ വിരോധമുണ്ടായത്, ഈ പറയുന്ന അസംബന്ധം നിറഞ്ഞ കഥകളെല്ലാം പ്രചരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തെ ഇല്ലായ്മ ചെയ്യാൻ, അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടന്നു. ഈ വസ്തുക്കൾ കണ്ടുകെട്ടിയല്ലോ പലരുടെയും, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയൊക്കെ ചെയ്തില്ല. അവർക്കെല്ലാം തീർത്താൽ തീരാത്ത പകയായി വീരേന്ദ്ര ഹെഡ്ഗെയോടും കുടുംബത്തോടുമെന്നാണ്. അവരെ ആക്രമിക്കാൻ, ഉപദ്രവിക്കാനൊക്കെ പരമാവധി ശ്രമങ്ങളും നടത്തി. അങ്ങനെ ഈ പറയുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന വാർത്തയാണല്ലോ വന്നത്. അപ്പോൾ SIT വന്ന് അന്വേഷണം നടത്തുന്നു. ഇയാൾ പറഞ്ഞ സ്ഥലത്ത് കുഴിച്ചു, 5 അടി എന്നാണ് പറഞ്ഞത്. അവർ ഏതാണ്ട് 10 അടിയോളം കുഴിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അയാൾ പറഞ്ഞ നിരവധി സ്ഥലങ്ങളിൽ കുഴിച്ചു. ഓരോ സ്ഥലത്ത് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്ന ആൾ ഒരിടത്ത് നിന്നും ഒന്നും കിട്ടിയില്ല. അവസാനം ഇയാൾ അവിടെ പരിശോധന നടത്തുമ്പോൾ ഇയാൾ കാട്ടിലേക്ക് നടന്നു പോയി. ഇയാൾ പറയാം എനിക്കിത് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മൂത്രം ഒഴിക്കാനായിട്ട് പോയി. എന്നിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് ഇയാൾ പറഞ്ഞത് ഇവിടെ എല്ല് കിടപ്പുണ്ട്. അങ്ങനെ ഏതോ ഒരു എല്ല് അവിടെ കിടന്നു. അതെങ്ങനെ കുഴിച്ചിട്ടതാണെങ്കിൽ എങ്ങനെ മണ്ണിനടിയിൽ കിടക്കേണ്ട എല്ല് മുകളിൽ വരുന്നത് എങ്ങനെ? അതെങ്ങനെ ഇയാൾക്ക് ഇപ്പോൾ അവിടെ ചെന്ന് നോക്കി ഇയാൾ? അപ്പോൾ ആരോ അയാളുടെ അടുത്ത് പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം അവിടെ കൊണ്ടിട്ടതാണ്. എന്നിട്ട് നീ ഇന്ന സ്ഥലത്തേക്ക് വന്ന് കാണിച്ചു കൊടുത്താൽ മതി എന്നുള്ളത് പറഞ്ഞതായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ പോലീസിന് ഇയാളെ സംശയമായി. ഈ പറയുന്ന ഈ ശുചീകരണ തൊഴിലാളികളുടെ മേൽ വലിയ സംശയം പോലീസിന് ഉയർന്നു. ആ സംശയങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് പോലീസ് ഈ പറയുന്ന ഗൂഢാലോചനകളെല്ലാം തന്നെ അന്വേഷിക്കാൻ തുടങ്ങി. ഇതിനകത്ത് എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് എന്നുള്ള SITക്ക് മനസ്സിലായി. സാധാരണഗതിയിൽ ഒരു സംഭവം ഉണ്ടായി, ഒരു കൊലപാതകം ഉണ്ടായി, അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ സത്യം സ്വാഭാവികമായും പുറത്തേക്ക് വരും. പക്ഷേ ഇവിടെ സത്യം പുറത്തു വരുന്നില്ല. എത്രയൊക്കെ അന്വേഷിച്ചിട്ടും എന്താണ് കാരണമെന്നോ, ഇയാൾ ഒറ്റയ്ക്ക് ഒരു മൃതദേഹം ചുമന്ന് കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. ഒരു മൃതദേഹത്തിൻ്റെ 10, 50, 60 കിലോയുള്ള ഒരു മൃതദേഹം എങ്ങനെയാണ് ചുമന്നോട്ട് പോകുക? ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒറ്റയ്ക്ക് കുഴിയെടുത്തു, ഇത്രയും വലിയ കുഴിയെടുത്ത് ഒറ്റയ്ക്ക് ഇയാളെ കുഴിച്ചു മൂടി എന്ന് പറയുന്നു. അതിലും വലിയ ദുരൂഹത. ഇയാൾ കുറേ നാളായിട്ട് ഇവിടെ ഇല്ലാതിരുന്ന ആളാണ്. ഇയാൾ മതം മാറിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒന്നിൽ തൊടുത്തി അടിമുടി ഗൂഢാലോചന, ഇയാൾ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും ഗൂഢാലോചന ഈ പറയുന്ന അസത്യങ്ങളുടെ കൂമ്പാരമായിട്ട് മാറുന്നു. ഉള്ള ചെയ്തികളെല്ലാം തന്നെ തട്ടിപ്പാണ് എന്നുള്ളത് മനസ്സിലാവുന്നു. അങ്ങനെ ഈ തട്ടിപ്പുകളെല്ലാം ഓരോന്നായിട്ട് കണ്ടെത്തുന്ന SIT ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇതിൽ ഗൂഢാലോചനയിൽ ഈ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ, നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയ മുഴുവൻ ആൾക്കാരെയും ഈ പറയുന്ന കണ്ടെത്തും എന്നുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നു. അപ്പോൾ ആരോപണങ്ങൾ ഉന്നതരിലേക്ക് എത്തി, പല മന്ത്രിമാരിലേക്കും മുഖ്യമന്ത്രിയിലേക്ക് വരെ ആരോപണം എത്തുന്ന. അതിനിടയിൽ ഈ തിമ്രോടി ഇത് ചെയ്തിരുന്നു, ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് നേരെയാണ് ആരോപണം ഉന്നയിച്ചത്. 28ഓളം കൊലപാതകങ്ങൾ അറിയാമെന്നാ പറഞ്ഞത്. അതോടുകൂടി കോൺഗ്രസിന്റെ കാറ്റ് തീർന്നു. അതെ, അതോടുകൂടിയാണ് കോൺഗ്രസിന് ഇത് വയ്യാവേലിയാണ് എന്നുള്ളത് മനസ്സിലായത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇതിനകത്ത് കളിച്ചുകൊണ്ടിരുന്നത് കംപ്ലീറ്റ് ഈ പറയുന്ന ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുന്നവർക്കൊപ്പം നിൽക്കാൻ, ഈ പറയുന്ന ഭീകരമായിട്ടുള്ള കൊലപാതകം നടന്നു അത് കണ്ടെത്തണം എന്നുള്ള രീതിയിലും ഈ ക്ഷേത്രത്തെ ആക്രമിക്കാനും ഒക്കെ ആയിട്ടാണ്. കാരണം ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ലോകപ്രസിദ്ധമാണ്, മഞ്ജുനാഥ ക്ഷേത്രമാണ്. ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു. സേവന പ്രവർത്തനങ്ങൾ, ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ്, ആയിരക്കണക്കിന് ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ചെയ്യുന്നു, ദരിദ്രരെ സഹായിക്കുന്നു. അപ്പോൾ ഹിന്ദു വിശ്വാസം അവിടെ അത്രയേറെ അടിയുറച്ച് നിൽക്കുന്നതിനെ തകർക്കാനുള്ള ഏറ്റവും വലിയ മാർഗമായിട്ടാണ്, ആയുധമായിട്ടാണ് പ്രയോഗിച്ചത്. എന്തായാലും അത് തകർന്നടിഞ്ഞിരിക്കുന്നു. അവരെ ഈ പറയുന്ന ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്താനായിട്ട് ധൈര്യപ്പെടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിനായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനത്തെ മുഴുവൻ ആൾക്കാരെയും
കണ്ടെത്താനും അവർക്കെതിരെ രംഗത്തിറങ്ങാനും വിശ്വാസി സമൂഹം ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും ഇതിനോടൊപ്പമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.